നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം വ്യാഴത്തിന്റെ രാശിമാറ്റം ഓരോ രാശിക്കൂറുകാർക്കും നൽകുന്ന നക്ഷത്ര ഫലത്തെ പറഞ്ഞു വരികയായിരുന്നു. മേടം മുതൽ മിഥുനം വരെയുള്ള രാശിക്കാരുടെ സമ്പൂർണ്ണ വ്യാഴമാറ്റത്തിന്റെ ഫലങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ചാരവശാലുള്ള ഫലദാന വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹമാണ് വ്യാഴം. അതിനുശേഷമാണ് ശനിയും രാഹുകേതുക്കളും ഒക്കെ. വ്യാഴത്തിന്റെ രാശിമാറ്റം ഓരോ രാശിക്കൂറുകാർക്കും ഫലങ്ങൾ മാറി മറിയുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കും. അതോടൊപ്പം മറ്റ് ഗ്രഹങ്ങളുടെ രാശിമാറ്റവും കൂടി വിലയിരുത്തിക്കൊണ്ട് വരുന്ന ഒരു വർഷത്തെ ഏകദേശ ഫലവും ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. 2024 മെയ് 1-ാം തീയതി വ്യാഴം ഉച്ചയ്ക്ക് 2:02 രാശി മാറി മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് മാറുകയാണ്. 2025 മെയ് 14-ാം തീയതി വരെ തൽസ്ഥാനത്ത് വ്യാഴം തുടരുന്നതാണ്. വ്യാഴരാശിമാറ്റം പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള പല മാറ്റങ്ങളും സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഓരോ രാശിക്കൂറുകാരും നിർബന്ധമായിട്ടും ഈ വീഡിയോ ഒന്ന് കാണേണ്ടതാണ്. ഫലങ്ങൾ അറിഞ്ഞിരുന്നുകൊണ്ട് നമുക്ക് പ്രതിരോധിക്കാനാകും. ദോഷങ്ങളുണ്ടെങ്കിൽ പരിഹാരം ചെയ്യാനാകും. ഗുണങ്ങളുണ്ടെങ്കിൽ അത് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. നമുക്ക് ഇന്ന് പറയാനുള്ളത് കർക്കിടകക്കൂറുകാരുടെ വ്യാഴരാശി മാറ്റ ഫലവും സമ്പൂർണ്ണ നക്ഷത്ര ഫലവുമാണ്. ഫലങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം കൂടി അറിയിക്കാനുണ്ട്. ദോഷഫലങ്ങളാണ് അനുഭവിക്കുന്നതെങ്കിൽ, പൊതുവെ ദശാകാലം അനുകൂലമാണ് എങ്കിൽ ആ ദോഷഫലങ്ങൾക്ക് കുറവുണ്ടാകുന്നതാണ്. എന്നാൽ ദശാകാലവും മോശമായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച് ചാരവശാലുള്ള ഫലങ്ങൾ കൂടുതലായിട്ട്, ദോഷങ്ങളാണ് എങ്കിൽ കൂടുതലായിട്ട് അത് വർദ്ധിക്കുന്നതാണ്. മറിച്ച് ഗുണമാണ് എങ്കിൽ അതേപോലെ തന്നെ കരുതേണ്ടതാണ് എന്നുകൂടി പറയുകയാണ്. നമുക്ക് കർക്കിടകക്കൂറുകാരുടെ വ്യാഴരാശിമാറ്റ ഫലമാണ് പരിശോധിക്കേണ്ടത്. കർക്കിടകക്കൂറ് വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 11-ാം ഭാവത്തിലാണ് വരുന്നത്. 11-ാം ഭാവത്തിൽ വ്യാഴം നിന്നാലുള്ള ഫലത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ലാഭസ്ഥേ അഭിമത അർത്ഥലിപ്തി ഇതര സ്ഥാനാപ്തിരിത്യാദയ എന്നാണ്. 11-ൽ വ്യാഴം നിൽക്കുന്നത് മൂലം ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ സാധിക്കുക, സ്ഥാനാന്തര പ്രാപ്തി എന്നിവയൊക്കെയാണ് ഫലമായി പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ വ്യാഴം ഏറ്റവും അനുകൂല ഫലത്തെ നൽകുന്നത് 11-ൽ നിൽക്കുമ്പോഴാണ് എന്ന് തന്നെ പറയാം. കർക്കിടകക്കൂറുകാർക്ക് കഴിഞ്ഞ കുറെ നാളായിട്ട് ഉണ്ടായിരുന്ന കണ്ടകശനി, അഷ്ടമശനി തുടങ്ങിയ ദോഷങ്ങളിൽ നിന്ന് ഒട്ടൊക്കെ ഒരു ആശ്വാസത്തിന് വ്യാഴത്തിന്റെ ഈ 11-ലെ സ്ഥിതി പ്രയോജനപ്പെടും. ശനി അഷ്ടമത്തിലാണ്. അതേപോലെ തന്നെ 9-ൽ രാഹുവും 3-ൽ കേതുവുമുണ്ട്. മറ്റെല്ലാ പ്രതികൂല അവസ്ഥകളെയും തരണം ചെയ്തുകൊണ്ട് മുന്നേറാനായിട്ട് ഈ വ്യാഴത്തിന്റെ രാശിമാറ്റം 11-ലെ സ്ഥിതി കർക്കിടകക്കൂറുകാർക്ക് സഹായകരമാകും എന്ന് നമുക്ക് ഉറപ്പു പറയാം. 11-ലെ വ്യാഴം സർവ്വ ഗുണഫലങ്ങളും നൽകും എന്നാണ് വിശ്വാസം. അതായത് ധനനേട്ടം, ഭൂമിലാഭം, ദ്രവ്യലാഭം തുടങ്ങിയവയൊക്കെ നൽകും. പുതിയ സംരംഭങ്ങളൊക്കെ വിജയത്തിലെത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും. ജോലിയിൽ അനുകൂല മാറ്റമോ സ്ഥാനക്കയറ്റമോ ഒക്കെ ലഭിക്കുന്നതാണ്. ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കാൻ കർക്കിടകക്കൂറുകാർക്ക് സാധിക്കുന്നതാണ്. തൊഴിൽ രഹിതരായിട്ടുള്ള കർക്കിടകക്കൂറുകാർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. വിദേശയാത്രയൊക്കെ ആഗ്രഹിച്ച് കഴിഞ്ഞിരുന്നവർക്ക് ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി അതിനുള്ള സാഹചര്യങ്ങളും എത്തിച്ചേരുന്നതാണ്. കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹൃതമായി സ്വസ്ഥതയും സമാധാനവും പുനഃസ്ഥാപിക്കപ്പെടുന്നതാണ്. ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ അതിന്റെ ലാഭം ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള കർക്കിടകക്കൂറുകാർക്ക് മികച്ച വിജയം കരസ്ഥമാകുന്നതാണ്. അവിവാഹിതരായിട്ടുള്ളവർക്ക് വിവാഹം നടക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. കൂടാതെ കർക്കിടകക്കൂറുകാർക്ക് കുടുംബ സുഖവും പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് പൊതുവെ പല കാര്യത്തിലും അനുകൂലമായിട്ടുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ് എന്ന് ചുരുക്കം. വ്യാഴരാശി മാറ്റത്തിന്റെ ഫലമായി നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന വസ്തുക്കൾ പോലും തിരികെ ലഭിച്ചേക്കാം. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അംഗീകാരം വർദ്ധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് വ്യാഴത്തിന്റെ രാശിമാറ്റ ഫലവും മറ്റ് ഗ്രഹങ്ങളുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളും ചേർത്തുകൊണ്ട് നക്ഷത്രഫലമായിട്ട് പറയാനുള്ളത്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴത്തിന്റെ ആനുകൂല്യം ലഭിക്കുമ്പോൾ ശനിയുടെ അഷ്ടമസ്ഥിതിയും രാഹുകേതുക്കളുടെ സ്ഥിതിയും ഒക്കെ അത്ര അനുകൂലമല്ല. എന്നിരുന്നാലും വ്യാഴത്തിന്റെ അനുകൂല സ്ഥിതി അതിനെല്ലാം മറികടക്കാൻ സഹായകരമാണ്. അതുകൊണ്ട് തന്നെ ശനി ഭഗവാന്റെ അല്ലെങ്കിൽ ശാസ്താവിന്റെ പ്രീതി വരുത്തുക, രാഹുകേതുക്കൾക്ക് സർപ്പക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തുക, ഇതൊക്കെ ദോഷഫലത്തെ കുറയ്ക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് ചിങ്ങക്കൂറുകാരുടെ വ്യാഴരാശി മാറ്റ ഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.